അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഇലച്ചെടികൾ, പൂടുന്ന ചെടികൾ, ബോഗൺവില്ല അങ്ങനത്തെ കുറച്ച് ചെടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ തെച്ചിൻ്റെ ഇതിൻ്റെ വീഡിയോ ക്യാമറ ആദ്യം മുൻപ് കാണിച്ചതാണ്. ഇത് ബോഗൺവില്ലയാണ് കേട്ടോ. ബോഗൺവില്ല ഇപ്പോൾ പൂവിടാനുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. ഇപ്പോൾ ബോഗൺവില്ലൻ്റെ സീസണാണല്ലോ. എവിടെ ചെന്നാലും ഇപ്പോൾ ഏത് നഴ്സറീൻ്റെ മുന്നിലൊക്കെ ചെന്നാലും ഇത് ബോഗൺവില്ലേൻ്റെ ഒരു ഇതാണ്. നഴ്സറിക്ക് ഒരു അലങ്കാരമാണ് ഇപ്പോൾ ഈ ബോഗൺവില്ല. മുന്നിലൂടെയൊക്കെ പൂവ് എല്ലാം പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി ഇവിടെ പൂവിട്ടിട്ടുണ്ട്. ചെമ്പരത്തി ഇതൊരു 2 ലെയറാണ്. ഞാൻ ഇതിൻ്റെ മുൻപ് ഇതിൻ്റെ പൂക്കൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു കാവി കളറുള്ളൊരു ചെമ്പരത്തിയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഓലച്ചെടി ഉണ്ട്. ഇവിടെ നമ്മൾ അടീനിയം ഉണ്ട്. ഇതിൻ്റെ ഒരു ഇലക്കൊരു മഞ്ഞ കളർ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കേട് നന കൂടുമ്പോഴാണ് അങ്ങനെ ആ മഞ്ഞ കളറായി വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഈ അടീനിയങ്ങൾ ഇവിടെ പിന്നെ ഒരുപാട് അടീനിയങ്ങളുണ്ട് കേട്ടോ. ബോഗൺവില്ലൊക്കെ ഇങ്ങനെ പൂവിട്ടിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് ഓലച്ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കളർ ഇങ്ങനെ നമ്മൾ കളർ ചേഞ്ച് ആണ്. അവിടെ മഞ്ഞ കേട്ടോ, മഞ്ഞുണ്ട്, റെഡ് ഉണ്ട്, നീല കളറുണ്ട്. അങ്ങനത്തെ 3 സൈസാണ് ഇവിടെ ഉള്ളത്. നമ്മളടുത്ത് വേറെയും കളറുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോഗൺവില്ല, പിന്നെ അതുപോലെ തന്നെ തെച്ചി, പിന്നെ സ്പൈഡർ പ്ലാന്റ്, പിന്നെ യൂഫോർബിയ, അങ്ങനെ പല ഇതൊരു ആരോ റൂട്ടാണ് ഇട്ടത്. പിന്നെ അത് ഓലച്ചെടികൾ, അങ്ങനത്തെ ഇവിടെ ബിഗോണിയ ഉണ്ട്. പിന്നെ ഇവിടെ ചെമ്പരത്തി ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെടിക്ക് ഇവിടെ എന്തോ ഒരു കേട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു പുഴുക്കേടാണെന്നാണ് തോന്നുന്നത്. പിന്നെ കളറിനൊരു മാറ്റമുണ്ട്. ഏതായാലും മരുന്ന് അടിച്ച് കൊടുക്കണം. ഇവിടെ ഈ ചീരൻ്റെ വിത്ത് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മളതിന്ന് ചീരൻ്റെ വിത്ത് എടുക്കും. അത് റെഡ് ചീരയാണ്, നല്ലൊരു കടും റെഡാണ്. ഒരു തൈ നമുക്ക് പുതിയൊരു തൈ കിട്ടിയതാണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്മൾ ഇല ഒന്നും പിന്നെ നുള്ളാതെ അങ്ങനെ നിർത്തിയത്. പിന്നെ അത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി നമ്മൾ പിന്നെ അതേമാതിരി ഇവിടെ പിന്നെ കോഴിച്ചീര ഉണ്ട്. കോഴിച്ചീരൊക്കെ നമ്മൾ ഇത് ഒഴിവാക്കാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ട്. ഇവിടെ യൂഫോർബിയ ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു ബോഗൺവില്ലൻ്റെ ഇതിൽ തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ആ ഈ ബോഗൺവില്ലക്ക് ചെറുപ്പത്തിൽ ഒരു ചെറിയൊരു കേടുണ്ടായിരുന്നു. ഞാനിവിടെ അപ്പോൾ നമ്മളിതിന് ഒരു സപ്പോർട്ടായിട്ട് വേറെ ഒന്ന് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ബോഗൺവില്ല വേറെയും തൈയും വെച്ചിട്ടുണ്ട്. അത് എല്ലാം പിടിച്ചപ്പോൾ നല്ല ഒരു മത്സര വളർച്ചയിലാണ് ഇപ്പോൾ. അത് കുറച്ച് കള്ളിച്ചെടികളുണ്ട്. ഇതുണ്ടല്ലോ, ഇതിനൊരുപോലെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടത്. അതുപോലെ തന്നെ ഇവിടെ ബോഗൺവില്ലൊക്കെ നല്ല നല്ല കളറുള്ള ബോഗൺവില്ലയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരു നീല കളറും ഉണ്ട് കേട്ടോ. വേറെ നീല കളറായിട്ട് വരുന്നൊരു ബോഗൺവില്ല ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പൂവ് അതിൻ്റെ കാലാവധി ഇങ്ങനെ തീർന്ന് വരുന്നുള്ളത്. അത് ഇവിടെയൊക്കെ ബോഗൺവില്ല ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യൂഫോർബിയ ഇവിടെ ഇതിൻ്റെ മുൻപ് കാണിച്ചതാണ്. പിന്നെ ഇത് പൂവാവണുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ഒരു നീല കളറാണ്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് കൊണ്ട് ഒരേ മാതിരിയാണ് കേട്ടോ ഇതിൻ്റെ പൂവിടെ. ഇതൊരു പൂവിൻ്റെ ഒരു ഉണ്ടായിട്ട് കണ്ട് വരും. നല്ല ഭംഗിയാണ്. ഈ ഒരു കുറച്ച് വലിയൊരു പ്ലാന്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ലൊരു റെഡ് കളറാണ്. പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ പൂവ് ഇങ്ങനെ വരണുള്ളൂ കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടില്ല, ഇത് ഒരു വയലറ്റ് കൂടിയ കളറാണ്. ഒക്കെ ഇങ്ങനെ പൂവ് തീർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നമ്മളെ തെച്ചി. ഈ തെച്ചിൻ്റെ പൂവ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അത് നമ്മൾ എവിടെയും കാണാത്തൊരു പുതിയൊരു മോഡലൊരു തെച്ചിയാണിത്. അതിൻ്റെ ഇലക്കും അതിൻ്റെ ഈ പൂവിൻ്റെ ഷേപ്പിനൊക്കെ മാറ്റമുണ്ട് കേട്ടോ. നമ്മളെ സാധാ തെച്ചിൻ്റെ മാതിരിയല്ല. അതുപോലെ തന്നെ ഇവിടെ പത്തണി മുല്ലുണ്ട്. അതിൽ തന്നെ നമ്മൾ ബോഗൺവില്ലയുണ്ട് കേട്ടോ. അങ്ങനെ കടലാസ് ചെടി എന്നാണ് നമ്മൾ പ്രാദേശികമായിട്ട് പറയലുള്ളത്. പിന്നെ
ഒരു നല്ല ഇത് മൊത്തത്തിലൊരു പിന്നെ ഗ്രീന് കളറാണ് കേട്ടോ. നമ്മളത് ഇപ്പോൾ പൂവില്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഭംഗിയാണ് ഇത് തരാം കേട്ടോ. പൂവുണ്ടോ ഇല്ല എന്നല്ല അതിൻ്റെ ഇത്. നമുക്ക് ഈ മുറ്റത്ത് ഇങ്ങനെ അതൊരു പിന്നെ നല്ല കളറായിട്ട് നമുക്കിങ്ങനെ കിട്ടും. പച്ച കളറ് പിന്നെ ഒരു ഗ്രീൻ കളറ് നമുക്ക് നല്ലൊരു കളറായിട്ടാണ് നമുക്കത് തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു മാസമാരി ചെടിയിൽ എന്താ ഇതിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ. അത് പിന്നെ എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. കാരണം നല്ല ഭംഗിയാണിത്. വലിയൊരു ഇത് ചെടിയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു പൂവ് വിരിഞ്ഞിട്ട് ഒരു ബൊക്കമായിട്ട് ഇങ്ങനെ ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കണ മാതിരിയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ പലവിധ പൂക്കളും ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഒട്ടുമിക്ക ചെടികളും നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മളെ അടുത്ത് ഇല്ലാത്ത ചെടികൾ നമ്മളെ കളക്ഷൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് ഈ തണലിങ്ങനെ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. ഈ കട്ട കണ്ട് ചൂട് പിടിച്ചിട്ട് നമ്മൾ കഴിയുന്നതും നമ്മളെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കുക. കഴിയാത്തവർ കഴിയുന്നവർ നമ്മളത് പിന്നെ കഴിയുന്നത് ഒഴിവാക്കുകയാവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ചൂടാണിത്. പിന്നെ വെള്ളമൊക്കെ പിന്നെ എടുക്കുക പിന്നെ വീട്ടിൽ നിന്ന് എടുക്കും. നമ്മൾ പുറത്തേക്കൊന്നും വലിച്ചു പോകില്ല കേട്ടോ. പിന്നെ വെള്ളമൊക്കെ പിന്നെ വീട്ടിൽ തന്നെ ആ പരിധിയിൽ തന്നെ അതിൽ തന്നെ നമ്മളെ വീട്ടിൽ പെയ്ത് പോണ പിന്നെ വെള്ളം അത് അവിടെ തന്നെ താവും ചെയ്യും. അത് ഇൻ്റർലോക്ക് ഇട്ട് വെച്ചിട്ട് വെള്ളമൊന്നും പിന്നെ മഴ വീണൊന്നും പുറത്ത് പോകുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പേടി ആർക്കും വേണ്ട. പക്ഷേ ഇത് ചൂട് നമുക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണിത്. പിന്നെ നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കളയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് കഴിയണ ആദ്യം തന്നെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ അതിന് നല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടോ. അല്ലാതെ ഇപ്പോൾ നമുക്കതിന് വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ പിന്നെ കഴിയുന്നതും ഈ ഇൻ്റർലോക്ക് ഒഴിവാക്കുക. അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പിന്നെ നെറ്റിലിട്ടാലും ചൂട് തന്നെയാണ് കേട്ടോ. അതായത് ഈ പാറകളൊക്കെ ചൂടാകണത് എന്തിട്ടാലും പിന്നെ മുറ്റത്ത് ഈ വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴൊക്കെ ചൂട് തന്നെ ഇരിക്കാറ്. കഴിയുന്നത് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഔചിത്യം വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. നമ്മൾ പിന്നെ കഴിയണതും അത്തരം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ പിന്നെ ചൂട് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാവും നല്ലത്. അവിടെയൊക്കെ ബിഗോണിയും പിന്നെ ഈ ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ വെയിലിങ്ങനെ താഴണ ഉറക്കാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ ഈ ഓർക്കിഡൊക്കെ നല്ല പിന്നെ രീതിയിലുണ്ടാവുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഈ ചെടീൻ്റെ വിശേഷം മാത്രമായാൽ പോരല്ലോ. നമ്മൾ കുറച്ച് പിന്നെ ഈ പച്ചക്കറീൻ്റെ വിശേഷം കൂടി പറയണം എന്നിങ്ങനെ തോന്നിട്ടോ. എപ്പോഴും നമ്മൾ ഒരേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് ഇങ്ങനെ തോന്നും. പക്ഷേ ഞാനിവിടെ കുറച്ച് പിന്നെ ഈ വഴുതനങ്ങ, കത്തിരി എന്നൊക്കെ പറയും, നമ്മളവിടെ വഴുതനങ്ങ എന്നാണ് പറയുക കേട്ടോ. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നീല കളറാണ് കേട്ടോ. നീല കളറ് നമ്മൾ തീരെ ആദ്യം കായ് പിടിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ പല മരുന്നൊക്കെ പിന്നെ പ്രയോഗിച്ചപ്പോൾ നമുക്ക് അതിന് ഉള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കമ്പിലും ഇതിലൊക്കെ കായ പിടിക്കുന്നുണ്ട് കേട്ടോ.
ഉണ്ട്. ഒരു മഞ്ഞ മത്തൻ ഇതിൻ്റെ മുൻപ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. മഞ്ഞ മത്തൻ പിന്നെ മഞ്ഞ ഡിസൈനാണ്. ഇതിനൊരു ഡിസൈനും ഉണ്ട് കേട്ടോ. ഇത് ഇനിയും കുറച്ചുകൂടി ചുവപ്പ് കളറാവും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ മത്തന് പിന്നെ ഇത് വലിയ വലുപ്പമൊന്നുമില്ല, വേറെ വലുതായ ഒരു 700 ഗ്രാം അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ മത്തനാണ് അത്. നമ്മൾ പിന്നെ ഒരു മത്തന് വാങ്ങിയിട്ട് അതിന് വിത്തെടുത്തിട്ട് ഇതിന് ഉണ്ടാക്കിയതാണ് കേട്ടത്. പിന്നെ ഇവിടെയൊക്കെ പയർ ഇങ്ങനെ പിന്നെ പടർന്നിങ്ങനെ വരണുള്ളൂ കേട്ടോ. പയറിങ്ങനെ ഒരു തലക്കന്ന് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെണ്ട ഇവിടെ കൂടാനായിട്ടുണ്ട്. പിന്നെ ചോളത്തിൻ്റെ തൈകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു നിരനിരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഇന്നലെ ഒരു മരട് നമ്മൾ പറിച്ചിട്ടോ. നമ്മളെ ആവശ്യത്തിന് പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ മറന്നപ്പോൾ നമ്മൾ ഒരു ചോട് പറിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ കുരുമുളക് ഈ പ്രാവശ്യം വെച്ചിട്ട് വരുമ്പോൾ 3-4 മാസമായിട്ടുള്ളത് വെച്ചിട്ട് കേട്ടോ. നല്ല വളർച്ചയാണ്. നല്ല വളർച്ച പറഞ്ഞാൽ കാര്യമായിട്ട് നല്ല വളരുന്നുണ്ട്. ഇത് നല്ല വലുപ്പത്തിൽ പൊങ്ങി വളർന്നിട്ടുണ്ട്. ഇതൊരു ചെടിയാണ് കേട്ടത്. ഈ ചെടി നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ പൂവ് ഉണ്ടാകുന്ന തണ്ട് കണ്ടില്ല, ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ഭൂമിയിൽ തട്ടാനായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു വെള്ളയും പിന്നെ ഒരു കാപ്പി കളറ്, പിന്നെ അതിൻ്റെ അഗ്രഭാഗമൊക്കെ ആയിട്ട് കാപ്പി കളർ, നല്ല രസമുള്ളൊരു പൂവാണ് കേട്ടത്. ഇത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ഇങ്ങോട്ട് ചാടി ഇത് വേറൊരു പൂവിൻ്റെ ഒരു മരം കേട്ടോ, ഒരു പൂമരം ആവും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ കാലത്ത്. ഇത് നമ്മൾ പിന്നെ മുറ്റത്തോ ചട്ടിയിലൊന്നുമല്ല, നമ്മൾ നിലത്ത് നട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നട്ടത് അത്ര ഒരു ഉഷാറ് കിട്ടണില്ല. നമ്മൾ ഈ പിന്നെ കുരുമുളക് വെച്ചിട്ടുള്ള ഒരു മുരിങ്ങ മരത്തുമ്മലാണ് കേട്ടോ. മുരിങ്ങ മരം കണ്ടില്ലേ, മുരിങ്ങ മരത്തുമ്മൽ പിന്നെ ആണത് നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ചായ മനസ്സുണ്ട്. അവിടെ പിന്നെ നമ്മൾ കാന്താരി മുളകുണ്ട്. കാന്താരി മുളകിന് ഇപ്പോൾ ഒരാളൊരു പിന്നെ മരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചുരുളിച്ചക്ക് പിന്നെ ഈ തുരുമ്പ് വരുന്നുണ്ടല്ലോ ഈ ഇലക്ക് ഉള്ള പ്രശ്നം, അതിന് ഫിനോയിലുണ്ടല്ലോ, ഡോക്ടർ പ്ലസ് എന്നാണ് പറഞ്ഞത്. അത് വാങ്ങി അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ തുരുമ്പലുള്ള കേട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ പല മരുന്നും ഇതിന് പരീക്ഷിച്ചിട്ടൊരു പിന്നെ റിസൾട്ടൊന്നും കിട്ടണില്ല കേട്ടോ. അതിങ്ങനെ നാശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ പിന്നെ ഒരു മാതോളി നാരങ്ങൻ്റെ തൈ നമ്മൾ പിന്നെ വേര് പിടിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇത് വേണ്ടില്ലേ, ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. വാട്ടൊന്നുമില്ല കേട്ടോ, വാട്ടില്ലാതെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് നമ്മളിങ്ങനെ എപ്പോഴും നനച്ച് കൊടുക്കുകയായിരുന്നു പതിവ്. ഇതിൻ്റെ വേണ്ടില്ലേ, ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. അതാണ്ടില്ലേ ഓരോ തുള്ളി നനായിട്ട് ഇങ്ങനെ ചാടും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ പിന്നെ ഉണങ്ങാതിരിക്കുക, എപ്പോഴും വാടാതിരിക്കാനുള്ളൊരു ഐഡിയ ആണ് കേട്ടത്. നമ്മളിത് ഇങ്ങനെ ആ തുള്ളി അതിൻ്റെ മുരട്ടിക്ക് ഇങ്ങനെ പിന്നെ ചാടിയിട്ട് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ വേര് പിടിപ്പിച്ച് ഫസ്റ്റ് മണ്ണിൽ വെക്കുമ്പോൾ തന്നെ ആ ഇലകളൊക്കെ കണ്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് കേട്ടോ അത്. പിന്നെ ഈ ഭാഗത്ത് പിന്നെ നമ്മളിത് പിന്നെ കറുകപ്പട്ടൻ്റെ മരം ഉണ്ട് അറിഞ്ഞില്ലേ, ഇതിമെന്നാണ് നമ്മൾ പിന്നെ കറുകപ്പട്ടൻ്റെ പട്ട പൊളിച്ചെടുത്തത് കേട്ടോ. നമ്മളാവശ്യത്തിന് അപ്പുറത്തേക്കുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചീരയാണ് കേട്ടത്, ഒരു ഇംഗ്ലീഷ് ചീര എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ പിന്നെ സർവ്വസുഗന്ധിൻ്റെ ഒരു തൈയുണ്ട്, കറിവേപ്പിൻ്റെ തൈയുണ്ട്, പിന്നെ മൈലാഞ്ചി ഉണ്ട്. ഇവിടെ തെങ്ങുണ്ട് കേട്ടോ. അത് തെങ്ങ്, ഇവിടെ ഏലമുണ്ട്, ഏലം. അതുപോലെ തന്നെ ഇവിടെ അരിനെല്ലിൻ്റെ മരമുണ്ട് കേട്ടോ, അരിനെല്ലി. അതുപോലെ തന്നെ ഇവിടെ ഒരു കുരുമുളക്, കുരുമുളക് ഇട്ടത് ഇതാണ് പിന്നെ ഈ തെക്കൻ കുരുമുളകാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചില്ല. ആ തെക്കൻ കുരുമുളക് ഒരു കൊലകൊലമായിട്ടുണ്ടാണ്. അതിത് ഒരു 3 മാസമായിട്ടുള്ളൂ നമ്മളിത് ഇട്ടിട്ടോ, കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഇവിടെ വാഴക്കൊല ഉണ്ട് കേട്ടോ. വാഴക്കൊല ഇങ്ങനെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം വേണ്ടി വരില്ല, ഒരു 10-15 ദിവസം കൊണ്ട് ഇത് പഴുക്കാൻ തുടങ്ങും കേട്ടോ.
അപ്പം നമുക്കത് വെട്ടിയെടുക്കണം. പിന്നെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ മാറണുണ്ട് എന്നാണ് തോന്നണത്. അത് ശരിക്കത് പിന്നെ അത് പഴുക്കാനായിട്ടുണ്ട്. ഏതായാലും പഴുക്കുമ്പോൾ നമുക്ക് വെട്ടാം. എല്ലാം പഴുത്തെങ്കിലേ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് പഴുക്കില്ല. നമ്മൾ പഴുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുക ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മളെ അയൽവാസികൾക്ക്, നമ്മളെ ജ്യേഷ്ഠന്, അനിയന്മാർക്ക്, അവർക്കൊക്കെ ഉമ്മാക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഒന്നായിട്ട് നമ്മളാണ് കഴിക്കലല്ല. നമ്മൾ പിന്നെ നമ്മളെ ആവശ്യത്തിന് കൂടുതലൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. നമ്മളെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കണുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കയ്പ്പങ്ങ ഉണ്ട്. കയ്പ്പങ്ങ ഉണ്ടല്ലേ, ഈ കയ്പ്പങ്ങ അതിൻ്റെ അവിടെ ഒരു വെണ്ടയ്ക്കുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇപ്പം മഞ്ഞളുണ്ട്, മഞ്ഞളിൻ്റെ കരിമ്പുണ്ട്, അവിടെ മത്തനുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചതാണ് ഇത് കേട്ടോ. ഇത് അമരക്കാണ് കേട്ടോ, അമരപ്പയറാണ് ഇത്. പിന്നെ നല്ല കായ ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് പിന്നെ ഉപ്പേരി വെക്കാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. ഇവിടെ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ തക്കാളി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. തക്കാളി അവിടെ ഉള്ളതൊക്കെ ഏതായാലും കായ്ച്ച് നമ്മൾ കായ പറിക്കലും തുടങ്ങി. പിന്നെ അതേമാതിരി ഇവിടെ ചിരങ്ങ ഉണ്ട് കേട്ടോ. ചിരങ്ങൻ്റെ ഇത് കണ്ടില്ലേ, ചിരങ്ങ നല്ല ചിരങ്ങ അത് കായ ആയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചീമച്ചിരങ്ങ ഉണ്ട് കേട്ടോ. ചീമച്ചിരങ്ങ ചൗ എന്നൊക്കെ പറയും കേട്ടോ. ഇത് ഒരു വള്ളി അങ്ങനെ അങ്ങോട്ട് നമ്മൾ പടന്ന് മേലോർത്തേക്ക് അങ്ങോട്ട് മേലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കമ്പളം ഉണ്ടാവണത് ഓരോരോ നാമ്പ് ഉണ്ടാവണമൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്ത് അതും മേലോർത്ത് കയറ്റി വിടുകയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച ഒരു ചെടിയാണ്, ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഇതെന്താവുമെന്ന് അറിയില്ല, അതെങ്ങനെ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. നമ്മൾ പച്ചക്കറി കടയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. അത് കുമ്പളങ്ങ നല്ല വള്ളി ഇങ്ങനെ വീശി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇങ്ങനെ പിടിച്ചങ്ങനെ വളരുന്നുണ്ട്. നമ്മൾ ഒന്നും ചെയ്യൊന്നും വേണ്ട, അതിന് ഇഷ്ടത്തിന് അങ്ങനെ വരും. ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അത് ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വളർന്ന് അങ്ങനെ പൊന്തി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ കരിമ്പ് ഉണ്ട് കേട്ടോ. കരിമ്പ് ഉണ്ടല്ലോ, കരിമ്പ് നല്ല ഉഷാറായിട്ട് വളർന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞാൽ നമുക്ക് കരിമ്പ് വെട്ടാനാവും. കുട്ടികൾക്കൊക്കെ കരിമ്പ് പറഞ്ഞാൽ കുട്ടികൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കും വെട്ടാനായോ. അത് ശരിക്കാവാതെ നമ്മൾ വെട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നല്ല മൂത്തെങ്കിൽ തന്നെ അതിൻ്റെ ആ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കരിമ്പുണ്ട്. ഏകദേശം പച്ചക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കയ്പ്പക്ക ഉണ്ട്, മത്തനുണ്ട്, അതുപോലെ തന്നെ പയർ, വഴുതനങ്ങ, കുക്കുംബർ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുക്കുംബർ അപ്പുറത്താണ് നട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ കമ്പം അറിയില്ലേ, ചോളത്തിൻ്റെ വിത്തുകൾ ഇവിടെ ഉണ്ട്. അതിങ്ങനെ നല്ല പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് മണ്ണിട്ട് കൊടുക്കണം. അതിന് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അതൊരു മാസം കൊണ്ട് ഇതൊക്കെ കമ്പം നമുക്ക് പറിക്കാനാവും. അത്ര പെട്ടെന്ന് വളരുന്നൊരു ഇതാണ്. പിന്നെ ഇവിടെയുണ്ട് ഒരു വാഴക്കൊല കേട്ടോ. വാഴൻ്റെ ഒരു കൊല ഇത് കണ്ടില്ല, സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം. അതിങ്ങനെ ഇപ്പം അടുത്ത് കൊലച്ചിട്ടുള്ളത്. അതും ഒരു 2 മാസം ആവും ഇനി വെട്ടാൻ. ഒരു 1.5 മാസം എങ്ങനെ ആയാലും പിടിക്കും അത്. ഇത് കണ്ടില്ല, ഇത് ചോറ്റോലയാണ് കേട്ടോ. അത് ചോറിലൊക്കെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ 2 ഓല ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യൊക്കെ ഇടുന്നതിന് പകരം അതിൻ്റെ ആ നെയ്യിൻ്റെ വാസന കിട്ടാൻ ഇതിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് നെയ്യ് വല്ലാതെ കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഈ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെയ്യിട്ട് അതേ ഒരു വാസന കിട്ടും കേട്ടോ. ആ ചോറിന് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറ്റോല ഇടുന്നത്. പിന്നെ അത് ഔഷധ ഗുണമുണ്ടോ എന്തോ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ചോറ്റിൽ ഇടാൻ പറ്റിയൊരു ഇലയാണിത്. നമ്മൾ നെയ്യ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ഇത് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ മഞ്ഞളുണ്ട് കേട്ടോ. മഞ്ഞൾ നട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ നട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ബാക്കി ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ
ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ മറന്നു പോകില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.